ചെർപ്പശ്ശേരി നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. കോൺഗ്രസ് പ്രവർത്തകന്റെ തലയ്ക്ക് പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിലാണ് പരിക്കേറ്റത്. ചെർപ്പശ്ശേരി നഗരസഭാ ഭരണസമിതിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കുറ്റപത്രവുമായാണ് യൂത്ത് കോൺഗ്രസ് യുവജന മാർച്ച് സംഘടിപ്പിച്ചത്. ടൗണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ കാര്യാലയത്തിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. ഇതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടുവന്ന കുറ്റപത്രം നഗരസഭയ്ക്ക് മുന്നിൽ സ്ഥാപിക്കാനുള്ള ശ്രമം CPM കൗൺസിലർമാർ തടഞ്ഞതോടെയാണ് കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. നഗരസഭാ കാര്യാലയത്തിന് തൊട്ടടുത്തുള്ള EMS ടൗൺ ഹാളിന്റെ പുറത്തെ മതിലിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്ലക്കാർഡുകൾ സ്ഥാപിച്ചത് CPM പ്രവർത്തകർ തടയുകയും ഇത് വലിച്ചെറിയുകയും ചെയ്തു. പ്ലക്കാർഡിൽ സ്ഥാപിച്ച PVC പൈപ്പിന്റെ അഗ്രം കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഷിയാസ് ബാബുവിന്റെ തലയ്ക്ക് പരിക്കേറ്റത്. ഷിയാസ് ബാബുവിനെ ചെർപ്പശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ഈ ചെർപ്പശ്ശേരി നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ വളരെ സമാധാനപരമായാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടത്തി. ആ സമരത്തിന്റെ ഏകദേശം സമാപനത്തോടുകൂടി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച കുറ്റപത്രം ആ നഗരസഭയുടെ മുൻപിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ അനുവാദത്തോടുകൂടി 2 യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ കടന്നുപോയപ്പോൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷമീജിൻ്റെ നേതൃത്വത്തിലുള്ള DYFI സംഘം യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരെ മർദ്ദിക്കാൻ നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, ഇതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസും ഈ ചെറുപ്പുളശ്ശേരി നഗരസഭയ്ക്കെതിരെ നടത്താൻ തീരുമാനിച്ച, ഈ ദുർഭരണത്തിനെതിരെ നടത്താൻ തീരുമാനിച്ച സമര പോരാട്ടങ്ങളിൽ നിന്ന്
ഒരല്പം പോലും പുറകോട്ട് പോവാൻ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും തയ്യാറല്ല. ഈ നാട്ടിലെ കൊള്ളയടിക്കുന്ന, ഈ നാടിൻ്റെ കൊള്ള സംഘമായി മാറിയ ചെറുപ്പുളശ്ശേരി നഗരസഭയുടെ ഭരണവർഗത്തിനെതിരെ വരുന്ന നാളുകളിലും ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും നേതൃത്വം കൊടുക്കും. പോലീസ് വളരെ ഏകപക്ഷീയമായ രീതിയിലാണ് ഇന്നിവിടെ പെരുമാറിയത്. ഞങ്ങൾ മുൻകൂട്ടി അറിയിച്ച് മുൻകൂട്ടി പെർമിഷൻ എടുത്ത് സമരം നടത്തിയ യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിന് നേരെ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ കടന്നു വന്ന ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അവരെ തടയാനോ തടുക്കാനോ അല്ല ചെറുപ്പുളശ്ശേരിയിലെ പോലീസ് നേതൃത്വം കൊടുത്തത്. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരെ ആക്രമിക്കാനും യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർക്ക് നേരെ കുതിര കയറാനുമാണ് ഇവിടുത്തെ പോലീസ് മുന്നോട്ട് വന്നത്. ഇത് വളരെ വ്യക്തമാണ്. പിണറായി വിജയൻ്റെ പോലീസ് പാർട്ടിയുടെ ഗുണ്ടകളെ പോലെയാണ് പിണറായി വിജയൻ്റെ പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെയും ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. പൊന്നിൽ തിളങ്ങട്ടെ പൊന്നോണം. തകർപ്പൻ ഓഫറുകളുമായി നിവ ഗോൾഡ് പൊന്നിൻ പൂക്കാലം. ഓഗസ്റ്റ് 20 മുതൽ ഒക്ടോബർ 31 വരെ. നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.